സർ, ഡൊണാൾഡ് ട്രംപും എലോൺ മസ്കും ഔദ്യോഗികമായി തന്നെ വഴിപിരിയുന്നു. ഏതാണ്ട് ആ സുഹൃത്ത് ബന്ധത്തിന് പര്യവസാനമായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. നമുക്കറിയാം, ട്രംപിന്റെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ ട്രംപിനൊപ്പം നിന്ന ഒരു വ്യക്തിയായിരുന്നു മസ്ക് എന്ന് പറയുന്നത്. ഔദ്യോഗിക വേദികളിൽ ഉൾപ്പെടെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നു. ട്രംപിന് പൂർണ്ണ പിന്തുണ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അവസാന നിമിഷം മസ്ക് ട്രംപിന്റെ പല നയങ്ങളിലും ഒരു വിരോധം പ്രകടിപ്പിക്കുകയായിരുന്നു. മസ്കിനെ പോലൊരു ശതകോടീശ്വരൻ ഡൊണാൾഡ് ട്രംപിന് നൽകിയ പൂർണ്ണ പിന്തുണ അല്ലെങ്കിൽ നിരുപാധിക പിന്തുണ പിൻവലിക്കുമ്പോൾ അമേരിക്കയ്ക്ക് ട്രംപിന് ഇനി എന്ത് സംഭവിക്കും? എലോൺ മസ്ക് ട്രംപുമായിട്ട് വേർപിരിഞ്ഞതിന് ശേഷം ഒരു പൊളിറ്റിക്കൽ ഡൈവോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകൾ നമ്മൾ ഇതുവരെ കേൾക്കാത്തതാണ്. അമേരിക്ക അക്ഷരാർത്ഥത്തിൽ വലിയൊരു കടക്കെണിയിലാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ വാർത്ത. ആ കടക്കെണിയുടെ കഥ ട്രംപിനും മസ്കിനും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നികുതിയുടെ കാര്യത്തിലും മറ്റും ടാരിഫിന്റെ കാര്യത്തിലും മറ്റും രാജ്യങ്ങളായിട്ട് വില പേശിയതും അമേരിക്കക്ക് കിട്ടാനുള്ള പണം തിരിച്ചു വാങ്ങാൻ ചില ശ്രമങ്ങൾ ട്രംപ് ആരംഭിച്ചതുമൊക്കെ. ഇപ്പൊ ഏറ്റവും ഒടുവില് അവർ തമ്മിലുള്ള തർക്കത്തിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ വിശ്വസ്തരിൽ വിശ്വസ്തനായിരുന്നു മസ്ക് എന്നത് ട്രംപും മറച്ചു വെക്കുന്നില്ല. അവസാനം ഏറ്റവും ഒടുവില് എലോൺ മസ്ക് പറഞ്ഞത്, ഞാൻ ഇല്ലായിരുന്നുവെങ്കിൽ ട്രംപ് പ്രസിഡന്റ് ആകുമായിരുന്നില്ല വീണ്ടും എന്നാണ്. ആ നിലയ്ക്ക് ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു 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 ചങ്കുറപ്പ് അത് വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ടാണ് മസ്ക് ട്രംപിൽ നിന്ന് വേർപിരിയുന്നത്. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതൊന്നുമല്ല. അമേരിക്കയുടെ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ എന്താണ്? ലോകത്തെ ഏറ്റവും മുന്തിയ സാമ്പത്തിക ശക്തിയാണ് അമേരിക്ക എന്നൊക്കെ നമ്മൾ വിലയിരുത്താറുണ്ട്. ലോകത്തിലെ 5 വലിയ രാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്ത് അമേരിക്കയാണ്, 2 ചൈനയാണ്, 3 ജർമ്മനിയാണ്, 4 ഇന്ത്യയാണ്, ഇപ്പോ 5-ാം സ്ഥാനത്ത് ജപ്പാനാണ്. അപ്പൊ ഈ ഒരു സാഹചര്യം പരിശോധിക്കുന്ന സമയത്ത് അമേരിക്കയ്ക്ക് ആ നിലയിൽ എത്ര നാൾ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റും? ഇപ്പൊ ഇന്ന് പുറത്തു വന്ന ഒരു വലിയ വാർത്ത, അമേരിക്കയുടെ അമേരിക്കയുടെ ഡെഫിസിറ്റ്, കടം 31.4 ട്രില്യൺ US ആണ് എന്നതാണ്. 31.4 ട്രില്യൺ. അമേരിക്കയുടെ തന്നെ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ നിരീക്ഷണം, ഒരു സെക്കൻഡില് അമേരിക്കയുടെ കടം $1,97,000 കൂടുന്നു എന്നാണ്. $1.97 lakh പെർ സെക്കൻഡ്. ഇങ്ങനെ ഒരു രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇത്തരം ഒരു സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ US കോൺഗ്രസിൽ ഒരു പുതിയ ബില്ല് കൊണ്ടുവന്നു ട്രംപ്. അത് $1.6 ട്രില്യൺ നികുതി ഇളവ് നൽകുന്നതാണ്. അപ്പോ ഇങ്ങനെ ഒരു കൊടിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ട്രംപ് ആഗ്രഹിച്ചത് ജനങ്ങളുടെ ഹൃദയം കവരാനാണ്. രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയെ പരിഗണിക്കാതെ $1.6 ട്രില്യൺ ആനുകൂല്യം നൽകുന്ന ഒരു നിയമം പാസ്സാക്കിയെടുക്കാൻ കോൺഗ്രസിൽ ട്രംപ് എത്തുന്നു. അതിനെക്കുറിച്ച് ട്രംപ് തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇത് മഹത്തരമാണ്, അമേരിക്കയ്ക്ക് ഞാൻ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമാണ്. ഈ ബില്ല് പാസ്സായില്ലെങ്കിൽ 68% ടാക്സ് അമേരിക്കയിൽ വർദ്ധിക്കും എന്നതാണ്. ഇവിടെ മസ്കിനെ കുറ്റപ്പെടുത്തണോ ട്രംപിനെ കുറ്റപ്പെടുത്തണോ എന്നത് നമുക്ക് വിലയിരുത്താം. ഈ ട്രംപിന്റെ 2ാം വരവിന് ശേഷം മസ്കിനെ ഏൽപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. DOGE എന്നാണ് അതിന് പറഞ്ഞിരുന്നത്. ഡോജ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി. ഇപ്പൊ സർക്കാർ വകുപ്പുകളിലെ എഫിഷ്യൻസി പൂർത്തിയാകാൻ അല്ലെങ്കിൽ അത് നടക്കുന്നു എന്ന് ഉറപ്പാക്കാൻ, എഫിഷ്യൻസി ഇല്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ ഉള്ള ഒരു ശ്രമമാണ് ട്രംപ് ആരംഭിച്ചത്. അതിന് കൂടെ മസ്ക് നിന്നു. എലോൺ മസ്ക് ആയിരുന്നു DOGE
ഡോജിന്റെ തലവൻ. നമ്മൾ കേട്ടു ആ കാലഘട്ടത്തിൽ അനവധി ആൾക്കാരെ പിരിച്ചുവിട്ടു. അമേരിക്കയിലേക്ക് വിദേശത്ത് നിന്ന് തൊഴിൽ തേടി വരുന്നവർക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അമേരിക്ക ഫസ്റ്റ് എന്നൊരു നിലപാടെടുത്തു. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തില് സ്വാഭാവികമായിട്ടും അമേരിക്കൻ എക്കണോമിയെ ശക്തിപ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ വേണം എന്നതല്ലേ ചിന്തിക്കുക. അതിനിടയ്ക്കാണ് ട്രംപ് ജനങ്ങളുടെ ഹൃദയം കവരാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ബില്ല് കൊണ്ടുവന്നത്. 1.6 ട്രില്യൺ ഡോളറിന്റെ ആനുകൂല്യങ്ങൾ നൽകിയത്. അതിനെ ചൊല്ലി ട്രംപും മസ്കും തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ട്. പക്ഷെ ട്രംപ് ഇന്ന് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു വാദഗതി ഇലക്ട്രിക് വെഹിക്കിൾസിന് നികുതി ഇളവ് നൽകുന്നത് അവസാനിപ്പിച്ചു എന്നതാണ്. അത് മസ്കിനെ വല്ലാതെ ബാധിച്ചു. മസ്കിന്റെ കാർ വ്യവസായത്തെ ബാധിക്കുന്നു. അതിന്റെ പേരിലാണ് മസ്ക് അടയുന്നത് എന്നുള്ള വിശദീകരണവും ട്രംപിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷെ ഞാൻ കാണുന്ന ഒരു കാര്യം, അമേരിക്കയുടെ സാമ്പത്തിക നിലയെക്കുറിച്ച് വലിയ പ്രതീക്ഷകളും വലിയ പ്രത്യാശകളും ഒക്കെ ലോകം വെച്ച് പുലർത്തുമ്പോൾ അതൊരു ഒരു വലിയ വലിയ ബലൂണായിരുന്നു, ഊതി വീർപ്പിച്ച ബലൂണായിരുന്നു എന്ന് വേണമെങ്കിൽ കരുതേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഒരു കണക്ക് പുറത്തു വന്നത് 2020 അമേരിക്ക പലിശ നൽകിയിരുന്നത് $523 ബില്യൺ. 2020 2024 ആയപ്പോ അത് 1.13 ട്രില്യൺ ഡോളറായിട്ട് കൂടി. 2020 $523 ബില്യൺ ആയിരുന്നത് 2024 ആയപ്പോ 1.13 ട്രില്യൺ ഡോളറായി. 2023 $883 ബില്യൺ ഡോളറുമായിരുന്നു പലിശ. അപ്പോ പലിശ തന്നെ ഈ നിലയിൽ കൂടിക്കൊണ്ടിരുന്നാൽ ഒരു രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? കേരളത്തിന്റെയൊക്കെ സ്ഥിതിയിലേക്ക് അമേരിക്ക പോവുകയാണോ എന്ന് വേണം ചിന്തിക്കാൻ. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും അമേരിക്കയ്ക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? ഇത് അറിയാത്തതാണോ ആർക്കെങ്കിലും? കഴിഞ്ഞ 53 വർഷത്തിനിടയ്ക്ക് 49 വർഷവും അമേരിക്കക്ക് കമ്മി ബഡ്ജറ്റാണ് ഉണ്ടായിരുന്നത്, ഡെഫിസിറ്റ് ബഡ്ജറ്റാണ് ഉണ്ടായിരുന്നത്. ആ ഡെഫിസിറ്റ് കൂടി വന്നിട്ടാണ് ഈ അമേരിക്കയെ ഇന്നത്തെ സാമ്പത്തിക കെടുകാര്യസ്ഥതയിൽ എത്തിച്ചത് എന്നുള്ള നിരീക്ഷണവും നമുക്ക് ഇന്ന് പബ്ലിക് ഡൊമൈനിൽ കാണുന്നുണ്ട്. അതായത് 53 വർഷത്തിനിടയിൽ 4 വർഷം മാത്രമാണ് ഡെഫിസിറ്റ് അല്ലാത്ത ബഡ്ജറ്റ് അവതരിപ്പിച്ചത്, കമ്മി അല്ലാത്ത ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അപ്പോ വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരുന്നു. ആ ചെലവിന് പണം കണ്ടെത്താൻ കടം എടുക്കേണ്ടി വരുന്നു. മാത്രമല്ല, ഇന്നിപ്പോ എലോൺ മസ്കും മറ്റു ചിലരും സൂചിപ്പിച്ചത്, രാജ്യത്തിന്റെ പ്രതിരോധ ചെലവിനേക്കാൾ കൂടുതൽ, ഡിഫൻസ് എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതൽ കടം വന്നാൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും ഒരു രാജ്യത്തിന്? ആ രാജ്യത്തിന്റെ ഡിഫൻസ് സ്ട്രക്ചർ എവിടെയാകും? അതിന് ഡിഫൻസിന്റെ ശക്തി എത്രത്തോളം ആകും എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ വലിയ വലിയ ആശങ്ക പൊതുവെ ഉണ്ടാക്കിയിട്ടുണ്ട് ലോകം മുഴുവൻ എന്ന് പറയാതെ വയ്യ. അമേരിക്ക തകർന്നാൽ, അമേരിക്കൻ എക്കണോമി തകർന്നാൽ അത് ഡോളറിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി കൂടി നമ്മൾ വിലയിരുത്തണം. ഇന്നിപ്പോ മറ്റു പല കറൻസികളും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടെങ്കിലും മുന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ തലപ്പൊക്കം ഏറ്റവും കൂടുതലുള്ളത് ഡോളറിന് തന്നെയാണ്. ഡോളർ തകർന്നാൽ വേൾഡ് എക്കണോമിയെ അത് ബാധിക്കാൻ ഇടയില്ലേ? നമ്മുടെയൊക്കെ മനസ്സിൽ ഉയരേണ്ടുന്ന ചോദ്യം തന്നെയാണ്. അതും ഇന്നിപ്പോ ഈ സമയത്ത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. വേറൊന്ന്, ഇന്നിപ്പോ മസ്ക് തുറന്നടിച്ചത് ട്രംപ് തുടങ്ങി വെച്ച ടാരിഫ് വാർ. നമുക്കറിയാം, ചൈനയ്ക്കെതിരായിട്ട് അധിക ചുങ്കം ചുമത്തിയത്, ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് തമ്മിലുള്ള നികുതി നിരക്കിലെ വ്യത്യാസം സംബന്ധിച്ച തർക്കങ്ങള്, ഇത്തരം വിവാദങ്ങൾ ഒരുപാട് ട്രംപിന്റെ രണ്ടാം
സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടു. അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അത് US എക്കണോമിയെ ഈ സാമ്പത്തിക വർഷത്തിന്റെ 2ാം പകുതിയിൽ ഗൗരവപൂർവ്വം ബാധിക്കാൻ പോവുകയാണ്. ഈ സാമ്പത്തിക വർഷത്തിന്റെ 2ാം ഘട്ടത്തില്, 2ാം സ്റ്റേജില് US എക്കണോമി വലിയ റെസഷനെ നേരിടും, അല്ലെങ്കിൽ എന്താ പറയാ, സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടും എന്ന് വരെ മസ്ക് പ്രവചിച്ചിരിക്കുന്നു. ഇപ്പോ ഇതൊരു ഒരു ചെറിയ സംഭവ വികാസമല്ല, ചെറിയ ഏറ്റുമുട്ടലല്ല. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഇന്ന് ഏറ്റവും ഒടുവിൽ ഈ തർക്കമൊക്കെ കഴിഞ്ഞ് എന്നോട് നേരത്തെ പറയാമായിരുന്നു, വേണമെങ്കിൽ പറഞ്ഞിട്ട് പോകാമായിരുന്നു എന്നൊക്കെ മട്ടിലുള്ള പ്രതികരണം ട്രംപിൽ നിന്ന് കണ്ടു. പക്ഷെ മസ്ക് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും, മസ്ക് ഒരു ഘടകമല്ല എന്നുള്ള ഒരു പ്രസ്താവനയും ട്രംപ് നടത്തിയിട്ടുണ്ട്. ഇവിടെ അമേരിക്കൻ നിരീക്ഷകന്മാർ പറയുന്നത് ഇപ്പോ ഈ $1.6 ട്രില്യൺ ആനുകൂല്യം നൽകാനുള്ള ബില്ലിനെ മസ്ക് വിമർശിച്ചിരുന്നു. പക്ഷെ ട്രംപിനെ ഒരിക്കലും വിമർശിച്ചിരുന്നില്ല വ്യക്തിപരമായിട്ട്. ട്രംപാണ് ആദ്യമായിട്ട് ഇലോൺ മസ്കിനെതിരെ ആഞ്ഞടിച്ചത്. അപ്പോഴാണ് മസ്ക് തിരിച്ചടിക്കാൻ തുടങ്ങിയത് എന്നുള്ള നിരീക്ഷണങ്ങളും ഇന്ന് US മാധ്യമങ്ങളിൽ കാണാനുണ്ട്. എന്തായാലും ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഏറ്റവും ഒടുവിൽ എലോൺ മസ്കിന്റെ ഒരു ട്വീറ്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തമായ എക്സില് അദ്ദേഹം പങ്കുവച്ചത്. അമേരിക്കയില് ഇനി ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉദയം ചെയ്യേണ്ടതുണ്ടോ? അമേരിക്കയിൽ ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ള സാധ്യതകളുണ്ടോ എന്നാണ് മസ്ക് ചോദിച്ചത്. അതിന് ഏറ്റവും ഒടുവിൽ നോക്കുമ്പോൾ ഏതാണ്ട് 40.61 ലക്ഷം പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു പോളാണ്. നമ്മൾ എക്സിൽ പോളുകൾ നടത്താനുള്ള സൗകര്യം ഉണ്ടെന്ന് അറിയാലോ. ആ നിലയ്ക്കുള്ള പോളില് 40.61 ലക്ഷം പേര് പോള് ചെയ്തിട്ടുണ്ട്. അത്രത്തോളം ഭീകരമായ പ്രതികരണം മസ്കിന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള മെസ്സേജിന് കിട്ടുന്നു. എവിടേക്കാണ് മസ്ക് പോകുന്നതെന്ന് അറിയില്ല. ശതകോടീശ്വരനാണ് അദ്ദേഹം. എന്തിനേയും വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു സാമ്പത്തിക ശേഷിയും സ്വാധീനവുമുള്ള ആള്. അയാൾക്ക് സഹിക്കാവുന്നതിനപ്പുറം അയാൾ നിൽക്കുമോ എന്നറിയില്ല. പക്ഷെ ട്രംപ് എന്തൊക്കെ പറഞ്ഞാലും ഒരു പരിധി വരെ ഇന്ത്യയുടെ നല്ല സുഹൃത്താണ്, നല്ല സ്നേഹിതനാണ്. പല ഘട്ടങ്ങളിലും നരേന്ദ്രമോദിയോടൊപ്പം കൈകോർത്ത് നിന്നിട്ടുണ്ട്. ചില വേളകളിലൊക്കെ ചില സുഖകരമല്ലാത്ത അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും ഭീകരതയ്ക്ക് എതിരായിട്ടുള്ള നിലപാടുകള്, ചൈനയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം, അങ്ങനെ പല അതെല്ലാം പലപ്പോഴും ഇന്ത്യയുടെ രാഷ്ട്രീയ രാഷ്ട്രീയ നയതന്ത്രപരമായ സാഹചര്യങ്ങൾക്ക് അനുകൂലമായിട്ടുമുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്കും കാത്തിരുന്ന് കാണേണ്ട ദിവസങ്ങൾ തന്നെയാണ്. പക്ഷെ അമേരിക്കൻ എക്കണോമി ഈ പുറത്തു വന്നിട്ടുള്ള വസ്തുതകൾ, വിവരങ്ങൾ ശരിയാണെങ്കിൽ കടുത്ത പ്രതിസന്ധിയിലാണ്. ഇത്തരം വലിയൊരു കടുത്ത പ്രതിസന്ധിയിൽ നിന്ന് അമേരിക്കയെ രക്ഷിക്കാൻ ട്രംപിന് കഴിയുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു. യെസ്, അതാണ്. എന്തായാലും ട്രംപിന് അമേരിക്കയെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. പക്ഷേ ഹരിദാസ് സാർ സൂചിപ്പിച്ചതുപോലെ മസ്കും ട്രംപും തമ്മിൽ നടന്നിരിക്കുന്ന ഈ ഒരു പൊളിറ്റിക്കൽ ഡിവോഴ്സ് എന്ന് പറയുന്ന സാധനം അമേരിക്കയെ, പ്രത്യേകിച്ച് ട്രംപിനെ സാരമായിട്ടല്ല വലിയ രീതിയിൽ തന്നെ ബാധിക്കുമെന്ന കാര്യം വ്യക്തമാണ്. ഏറ്റവും ഒടുവിൽ എക്സിൽ മസ്ക് കുറിച്ചിരിക്കുന്ന പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്തേക്കുമോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾക്കും വഴിവെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അമേരിക്കയിൽ മസ്കിന്റെ നേതൃത്വത്തിൽ മറ്റൊരു പാർട്ടി ഉദയം കൊള്ളുമോ എന്നൊക്കെയാണ് ചർച്ചകൾ. വ്യക്തമാണ്. താങ്ക് യു ഹരിദാസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.